ഇത് നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ഒരു വെഞ്ചറാണ്. ഇതൊരു നമ്മുടെ ഗസ്റ്റ് ഹൗസ് എന്നോ അല്ലെങ്കിൽ ഒരു റിസോർട്ടെന്നോ എന്ത് വേണേലും പറയാം. ബീച്ച് ഫ്രണ്ട് ഒരു പ്രോപ്പർട്ടി അങ്ങനെ കിട്ടിയപ്പോഴേക്കും അങ്ങനെ ചെയ്തേക്കുന്നതാണ്. അതെ അതെ, ഇതൊരു കടല് എൻജോയ് ചെയ്യാന്നുള്ളതിന്റെ രീതിയിൽ നമ്മൾ മാക്സിമം അങ്ങനെ ഒരു രീതിയിൽ ചെയ്തതാ. നമ്മളിത് പുറത്ത് കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഈ കടലിന്റെ ഒരു വിഷയമൊക്കെ ഉള്ള കാരണം അതൊന്ന് ബ്ലോക്ക് ചെയ്തേക്കുവാണ്. ഇപ്പൊ ഇതാണ് ഞങ്ങളുടെ മറ്റൊരു ക്രിയേറ്റീവ് സ്പേസ്. എനിക്കൊരു ലാബ് ഡോഗ് ഉണ്ടായിരുന്നു, JD എന്നാണ് എന്റെ പേര്, ജാക്ക് ഡാനിയൽ. എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ജാക്ക് ഡാനിയൽസ് ആയതുകൊണ്ട് അങ്ങനെ അപ്പൊ അതുകൊണ്ട് അവന്റെ പേരിട്ട ജാക്ക് ഡാനിയൽ എന്നുള്ള. അപ്പൊ JD എന്ന് വിളിക്കുന്നത്. ഒരു ദിവസം അങ്ങനെ ഞാൻ എവിടെ പോലെ അവനെ കൊണ്ടേ പോവുള്ളൂ. അപ്പൊ ആളിപ്പോ മരിച്ചുപോയി കുറച്ചാൾ മുമ്പ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഇവനെ താഴെ ഇവിടെ കെട്ടിയിട്ടേക്കുന്നു. ഞങ്ങളിവിടെ റൂമിലുണ്ട്. അപ്പൊ ഒരു 2 മണി 2:30 ആയപ്പോഴത്തേക്കും ഇവന്റെ ഭയങ്കര നിർത്താണ്ട് കുരയ്ക്കുക. അപ്പൊ ഞാൻ വന്ന് സൈലന്റ് എന്നൊക്കെ പണ്ടൊന്നും കേൾക്കുന്നില്ല ആള്. പിന്നെ അത് കഴിയുമ്പോൾ ഞാൻ വിളിച്ച് റൂമിൽ കൊണ്ടാക്കി കിടത്തി. അപ്പൊ ഇങ്ങനെ ഈ കടലിലേക്ക് നോക്കിയെന്നുകൊണ്ടാണ് ആള് കുരയ്ക്കുന്നത്. അപ്പൊ ഞാൻ അവനെ റൂമിൽ കൊണ്ടാക്കി കിടത്തി എന്റെ കൂട്ടത്തിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് ആള് കാമായി. പിറ്റേന്ന് രാവിലെ എന്റെ അവന് ഫുൾ ടൈം നമ്മുടെ ഇടയ്ക്ക് വന്നിരിക്കണം. അങ്ങനെ ഒരു വിഷയമുണ്ട് അവന്. അപ്പൊ റൂമിൽ കിടന്നു, ആള് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ ഇവിടെ ഇങ്ങനെ ലോക്കൽ ഇങ്ങനെ ആൾക്കാർ കൊണ്ട് പറഞ്ഞു അവിടെ കടലിൽ ഒരു ബോട്ട് തകർന്നു, അതിലുള്ള ഒരു വെള്ളത്തിൽ പോയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പട്ടി രാത്രി സമയത്ത്, അപ്പൊ പറഞ്ഞ് രാത്രി 1:30-2 മണിക്കാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴേക്കും അവര് പറഞ്ഞു ആ ടൈം ആകുമ്പോൾ എന്റെ പട്ടി കിടന്ന് കുരയ്ക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ അവിടെ ഒരു കാർന്നൊരു ചേട്ടൻ പറഞ്ഞു അത് അവർക്കത് കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ആ ആൾക്കാരുടെ കരച്ചില് ഇവൻ കേട്ടിട്ടുണ്ട്. അതാണ് അവൻ കടലിലേക്ക് നോക്കിയെന്ന് കുറച്ച്. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും എപ്പോഴും ഈ കടൽ ഇങ്ങനെ വയലന്റ് ആണെന്ന് കാണുമ്പോഴേക്കും ആ കാര്യം ഓർമ്മ വരും. ചേട്ടന്റെ ഒരു ദിവസത്തെ റുട്ടീനൊക്കെ എങ്ങനെയാ? ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ടൊരു റുട്ടീൻ ഇല്ലാത്തതാണ് എന്റെ റുട്ടീൻ. നമ്മളെ ഓരോ ദിവസത്തെയും ആക്ടിവിറ്റീസ് പോലെ ഇരിക്കും. ഇപ്പൊ ഷൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെളുപ്പിന് ഞാൻ പറഞ്ഞ പോലെ ഒരു 5:30 എണീക്കും. ഒരു 6:30 ആകുമ്പോൾ ലൊക്കേഷനിൽ ഉണ്ടാവും. പിന്നെ ഷൂട്ട് ഇല്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇത്തിരി ലേറ്റ് ആയിട്ടൊക്കെ എണീക്കുള്ളൂ. ഒരു 8 o'clock ഒക്കെ ആയിട്ടൊക്കെ എണീക്കുള്ളൂ. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഗ്രീൻ ടീ, അത് മാൻഡേറ്ററിയാ. ഞാൻ നേരത്തെ അത് എണീറ്റ പുറകെ തന്നെ ഒരു ചായ കുടിക്കുമായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമിലാണെങ്കിൽ ഗ്രീൻ ടീ കുടിക്കും. അന്ന് എനിക്ക് ഭയങ്കര അരിച്ച ഗ്രീൻ ടീ കുടിക്കാനുണ്ട്. പക്ഷെ അത് കുടിച്ചത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. പിന്നെ രാവിലെ എണീക്കുമ്പോൾ ഒരു ഗ്രീൻ ടീ എന്നുള്ളൊരു സന്തോഷമാണ്. ഇതിപ്പോ കിട്ടിയില്ലെങ്കിൽ കട്ടൻ ചായാലും മതി. ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. അത് ഗ്രീൻ ടീയും കട്ടൻ തേയിലയായിട്ട് ഒന്നുമല്ല. അത് തേയില എന്ന് പറഞ്ഞെങ്കിൽ പ്രോസസ്ഡ് ആണ്. ഗ്രീൻ ടീ എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ പ്രോസസ് ചെയ്യുന്നതിന് മുമ്പത്തെ സ്റ്റേജ് ആണ് ഗ്രീൻ ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സെയിം സാധനം തന്നെ അത്. അപ്പോൾ അത് കുടിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ അതിലേക്ക് പോകും. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കുഴപ്പമില്ല. എനിക്ക് മാക്സിമം വെജ് ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. അതൊക്കെ കഴിഞ്ഞാൽ ഹോട്ടലിൽ വരേണ്ട ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ പോകാനുള്ള പരിപാടി നോക്കും. ഇല്ല ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ദിവസമാണെങ്കിൽ മെയിനായിട്ടും ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും മറ്റേ ഒഫീഷ്യലി ബാങ്ക് പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തീർക്കും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വണ്ടി ക്രീസ് ഇത്തിരി കൂടുതലാണ് എനിക്ക്. കുറച്ച് വിന്റേജ് വണ്ടി. എനിക്കൊരു ജാഗ്വാർ ഉണ്ട്, പിന്നെ ഒരു ബെൻസിന്റെ V ക്ലാസ് ഉണ്ട്, പിന്നെ കാരവൻ ഉണ്ട്. അപ്പൊ എല്ലാം കുഴപ്പമില്ല. അത് മോറീസ് മൈനർ ഉണ്ട്, പഴയ വിന്റേജ് മറ്റേ കൺവേർട്ടബിളാ, ഓപ്പൺ ആക്കുന്ന വണ്ടിയാണ് അത്. പിന്നെ എല്ലാം അങ്ങേയറ്റം ഉണ്ട്. എനിക്ക് അംബാസഡർ ഉണ്ട്, ജിപ്സി ഉണ്ട്. എനിക്ക് ഭയങ്കര ക്രേസാ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഹമ്മർ എടുക്കണമെന്നൊക്കെ ഒരു ആഗ്രഹമാണ് എനിക്ക്, പണ്ടോട്ടുള്ള ആഗ്രഹമാണ് ഹമ്മർ എന്നുള്ളത്. ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേക്കും എൻ്റെ പുള്ളി വണ്ടി എടുക്കുന്ന കേസിൽ എൻ്റെ ചോദിച്ചു, ഇതിന് ഞാൻ പറഞ്ഞ വണ്ടിയായിരുന്നു വീട്ടിലെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദിച്ചു, അപ്പോൾ ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. അപ്പോൾ അന്ന് എൻ്റെ ചോദിച്ചു ഏത് വണ്ടി എടുക്കാനാ ആഗ്രഹം, നമുക്ക് എന്നാ വണ്ടി എടുക്കണമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ എടുത്ത് വായിക്കുമ്പോൾ ഞാൻ ഹമ്മർ എന്ന് പറഞ്ഞു. അപ്പോൾ അടിച്ചൻ പറഞ്ഞ് ഡാഡി ചെന്നിട്ട് പോയിട്ട് മേടിക്കുന്നത് ഒരു ടാറ്റ സഫാരിയാണ്, റെഡ് സഫാരി. അത് കുറേ സിനിമയിലുണ്ട്, ചോക്ലേറ്റിലൊക്കെ ഉള്ള റെഡ് സഫാരി. അപ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് എന്നെ തന്നിട്ട് പറഞ്ഞു, തൽക്കാലം ഇതൊരു ഹമ്മറാണെന്ന് വിചാരിച്ച് കൊച്ചു ഓടിച്ചുകൊണ്ട് നടന്നു. ഡാഡിച്ചിന് കുറച്ചുകൂടി പൈസയൊക്കെ ആകുമ്പോഴേക്കും ഹമ്മർ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് നടന്നില്ല. അതിൻ്റെ പിറ്റേ
ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴേക്കാണ് ഡാഡിച്ചൻ മരിക്കുന്നത്. പക്ഷെ എന്നെ പോലെ തന്നെ വണ്ടി ക്രേസുള്ള ഒരു മനുഷ്യനായിരുന്നു ഡാഡിച്ചൻ. ഭയങ്കര ക്രേസായിരുന്നു വണ്ടികൾ എന്ന് പറഞ്ഞാൽ. ആ ഒരു സാധനം എനിക്കും കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓട്ടോമൊബൈൽ പഠിക്കാനൊക്കെ ആയിട്ട് പോയത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വർക്ക്ഷോപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ബാബിൽ, രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞ എറണാകുളത്തുള്ളതാണ്. അവരൊക്കെ പ്രീമിയം കാസിൻ്റെ വർക്ക്ഷോപ്പുള്ളതാണ്. അപ്പോൾ ചില ദിവസങ്ങളൊക്കെ എറണാകുളത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വിചാരിച്ച കാര്യം പെട്ടെന്ന് നടന്നു. പിന്നെ നമുക്കൊരു ഫ്രീ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവരുടെ കൂട്ടത്തിലേക്ക് ആയിരിക്കും. ഇവരുടെ വർക്ക്ഷോപ്പിൽ പോകും. ഒന്നെങ്കിൽ ബാബിലിൻ്റെ വർക്ക്ഷോപ്പിൽ പോകും, അല്ലെങ്കിൽ രഞ്ജിത്തിൻ്റെ വർക്ക്ഷോപ്പിൽ. അങ്ങനെ എനിക്ക് ആ എഞ്ചിന്റെ വണ്ടികളുടെ ലോകത്ത് പെരുമാറുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേസ്. നിങ്ങളുടെ കോമൺ സബ്ജക്ട്സ് ഒന്നില്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ വണ്ടികളായിരിക്കും. വണ്ടികളായിരിക്കും. അപ്പം അവർക്കും ആ പറഞ്ഞ കുറേ സിനിമ കമ്പനി ഉണ്ട്. പക്ഷെ എന്നാലും ഈ നമ്മളൊക്കെ ഈ ബിസിനസ്സായിട്ട് വർക്ക്ഷോപ്പ് തുടങ്ങിയ ആൾക്കാരല്ല അവരെ. ഈ പാഷന്റെ പുറത്ത് ഇതിലേക്ക് വന്നേക്കുന്ന ആൾക്കാർ. അപ്പം അതുകൊണ്ട് നമുക്ക് സബ്ജക്റ്റുകൾ, പുതിയ വണ്ടികൾ, കാര്യങ്ങൾ, അതിൻ്റെ ടെക്നോളജി, ഇതൊക്കെ എനിക്കും പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു വണ്ടിയും കൊണ്ട് വഴി കിടക്കുക എന്നുണ്ടെങ്കിൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുള്ളൂ. ഒരു വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അത് ശരിയാക്കി കൊണ്ടുപോകാനുള്ള ഒരു ബേസിക് നോളജ് ഉണ്ട്. ഇപ്പം ഏത് മോഡൽ വണ്ടിയാണെങ്കിലും അതിങ്ങനെ പോയി നിന്ന് പഠിച്ചതാ. എനിക്ക് എൻ്റെ നഖത്തിനിടയിൽ ഗ്രീസ് പറ്റുന്നതിനോട് എനിക്ക് ബുദ്ധിമുട്ടില്ല. ആ പാഷനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ എന്നാ പറയുന്ന ലേബറസ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്തൊരു മനുഷ്യന്. അപ്പം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും കൂടുന്നത്. പിന്നെ സിനിമാ സർക്കിളിലെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വളരെ കുറവാണ്. പിന്നെയുള്ള നമ്മൾ നേരത്തെ കണ്ട അവരാണ്. പിന്നെ അത് അവരെ കൂടാണ്ട് ഇപ്പോൾ ഈ രാംബി ഫൗണ്ടേഷൻ്റെ കീഴിലായാലും അല്ലാണ്ടായാലും ഒക്കെ കുറേ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ പ്രവീൺ എന്നൊക്കെ പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ട്. പുള്ളിയുടെ ഒരു പടമാണ് ഞാൻ ഡയറക്ഷൻ ഓക്കെ പറഞ്ഞേക്കുന്നത്. പ്രവീൺ വടക്കുംതല എന്നുണ്ട്. ആള് നമ്മുടെ നാടകത്തിന് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് വന്നതാണ്. ജൂബിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഫാദർ തുടങ്ങിയ. അപ്പോൾ അതിൽ വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ബെന്നിപ്പി നായരമ്പലം അങ്ങനെ ജൂബിലിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം നാടകം എഴുതിയിട്ട് വരുന്നത്. ഞങ്ങളുടെ പുള്ളിയുടെ ആദ്യത്തെ നാടകമായിരുന്നു അറബിക്കടലും അത്ഭുത വിളക്ക്. ആ നാടകമാണ് പിന്നീട് ചാന്തുപൊട്ട് എന്ന് പറയുന്ന സിനിമയായിരുന്നു. അത് ജൂബിലിയുടെ നാടകമായിരുന്നു. അതിൽ ദിലീപേട്ടൻ ചെയ്തേക്കുന്ന വേഷം നാടകത്തിൽ അഭിനയിച്ചത് ബെന്നിയങ്ങൾ തന്നെ. ബെന്നിപ്പി നായരമ്പലം എന്ന് പറയുന്ന ഇന്നത്തെ പ്രഗത്ഭനായ സ്ക്രിപ്റ്റ് റൈറ്ററാണ് അന്ന് ആ ക്യാരക്ടർ ചെയ്തത്. അതൊരു ഭയങ്കര ഗംഭീര നാടകമായിരുന്നു. എന്ന് പറഞ്ഞാൽ പാഷൻ്റെ പുറത്ത് നമുക്കിത് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി പോകും. അപ്പോൾ ആ ഒരു പാഷൻ സർക്കിൾ എനിക്കുള്ളൂ. അത് വിട്ടിട്ടൊരു വലിയൊരു ഫ്രണ്ട് സർക്കിൾ, അങ്ങനെ വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഇല്ല എനിക്ക്. നമ്മൾ സിനിമ ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളായാലും ആ ഒരു പാഷൻ്റെ അകത്ത് നിൽക്കുന്നത്. അവരുമായിട്ടൊക്കെ ആയിരിക്കും കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള രാത്രി സമയം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഏറ്റവും പുതിയ സിനിമകൾ കാണുക, മാക്സിമം ഹൊറർ മൂവീസ് അല്ലെങ്കിൽ ആക്ഷൻ മൂവീസ് ഒക്കെ ആയിരിക്കും. ഹൊററാണ് എൻ്റെ ഫേവറേറ്റ് ജോണർ. ഇന്റർനാഷണൽ മൂവീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ജോണർ ഹൊററാണ്. പിന്നെ ത്രില്ലറായിട്ടുള്ള പടങ്ങൾ, ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ ഈ കാർ റിലേറ്റഡ് മൂവീസ് കുറേ ഉണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുക. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസിയൊക്കെ ഒരു എത്ര പ്രാവശ്യം കണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഭയങ്കര അഡിക്ഷൻ ആ സിനിമകളൊക്കെ. ഇപ്പം നൈറ്റ് ഫുള്ള് അതിൻ്റെ ഇതായിരിക്കുള്ളൂ. അങ്ങനെ സിനിമ പരിപാടിയായിട്ടൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. പിന്നെ കുറച്ച് ക്രിയേറ്റീവ് ആകുന്ന ടൈമും രാത്രിയാണ്. അപ്പം എന്തെങ്കിലും എഴുത്ത് പരിപാടി കാര്യങ്ങൾ, ഒരു ത്രെഡൊക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ എല്ലാം എഴുതുന്നതും വിളിച്ച് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ എല്ലാം രാത്രി ടൈമിൽ. നൈറ്റ് ലൈഫ് ഇഷ്ടമുള്ള ആളാണല്ലേ? നൈറ്റ് ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ നിൽക്കുന്ന നിപ്പിലൊക്കെ ചിലപ്പോൾ ഇപ്പം ബാംഗ്ലൂരൊക്കെ പോയി കളയും രാത്രിയിൽ. അത് രാത്രി 10 o'clock ആയിരിക്കും തീരുമാനിക്കുന്ന പോകാന്നുള്ളത്. അങ്ങനെ അങ്ങ് പോകും. പണ്ട് എനിക്ക് നേരത്തെ സ്റ്റുഡിയോ ഉണ്ടായിരുന്ന സമയത്ത് അത് കോട്ടയത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മമ്മിയുടെക്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റുഡിയോയിലോട്ട് പോവാം, കോട്ടയം പോവാം, എപ്പോൾ വരുമെന്ന് ചോദിച്ചു. അമ്മ ചിലപ്പോൾ രാത്രി അല്ലെങ്കിൽ രാവിലെ എത്താമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അന്ന് നൈറ്റ്, അപ്പം അന്ന് എനിക്ക് അഡ്വർടൈസ്മെൻറ്റുകൾ ഞാൻ ചെയ്യുമായിരുന്നു, ഡയറക്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഔട്ട് ഇന്ന് രാത്രി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടി ചെല്ലാണ്ട് പറ്റില്ല. അങ്ങനെ പോയി അതിൻ്റെ എഡിറ്റിങ്ങുമായിട്ട് ഇരുന്നു. എഡിറ്റിങ് കഴിഞ്ഞു, ഔട്ട് കൊടുത്തവർ വന്ന് മറ്റേ ഹാർഡ് ഡിസ്ക് കളക്ട് ചെയ്തുകൊണ്ട് പോയി. അപ്പം എൻ്റെ എഡിറ്റർ കുമളിക്കാരനാണ്. അപ്പോൾ പുള്ളി അവിടെ നിന്നുകൊണ്ട് കുമളിയിലെ കുറേ കഥകളൊക്കെ പറഞ്ഞു. ഞാൻ എന്നാൽ നമുക്ക് കുമളിക്ക് പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഒരു 10:30-11 മണിയായപ്പോൾ കുമളിക്ക് പോയി. നിന്ന് നിപ്പിൽ കുമളിക്ക് പോയി. അപ്പോൾ കുമളിക്ക് പോയപ്പോൾ മമ്മീനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നാളെ വരുള്ളൂ, ഞാൻ കുമളിക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ കുമളി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ കുറേ സുഹൃത്തുക്കളങ്ങൾ അവിടെ നിന്ന് വന്ന് അവർ കാണാൻ വേണ്ടി പരിചയപ്പെടാനൊക്കെ ആയിട്ടൊക്കെ വന്ന് പിറ്റേന്ന് രാവിലെ വന്ന് കണ്ടു. അപ്പോൾ അതിൽ ഒരാൾക്ക് കമ്പത്ത് മുന്തിരിത്തോട്ടമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കൊള്ളാം. അപ്പം ആഗതൻ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന അവിടെയാണ്. അപ്പോൾ ആ സെറ്റൊന്നും പൊളിച്ചിട്ടില്ല, അതൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നാൽ നമുക്ക് കമ്പത്തിന് പോയേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ കമ്പത്തിന് പോയി. കമ്പത്ത് നിന്നപ്പോൾ അന്നേരം വൈകുന്നേരമായി. പിന്നെ തിരിച്ച് കയറാൻ കുമളിക്ക് വന്ന് പോരാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴേക്ക് ദൂരെ ഒരു മല കണ്ടപ്പോൾ ഞാൻ അതെന്താ സ്ഥലമെന്ന് ചോദിച്ചു. ഭയങ്കര ഹൈറ്റിൽ നിൽക്കുന്നു. അപ്പം അതാണ് മേഘമല. എന്നുവെച്ചാൽ അതെന്താ അങ്ങനെ പേര്? മേഘത്തിൻ്റെ മേളിലാണ് ഈ മല നിൽക്കുന്നത്, അത്രയും ഹൈറ്റിലാണ്. ഭയങ്കര രസമാണ്, ഊട്ടിയും കൊടൈക്കനാലൊക്കെ മാറി നിൽക്കും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാന്നും പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം
ഇങ്ങനെ കറങ്ങി കറങ്ങി ഞാൻ വീട്ടിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാ. ഒന്നെങ്കിൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ വരാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. കാര്യം എനിക്ക് യാത്ര ഭയങ്കര ക്രേസാണ്, ഭയങ്കര. അങ്ങനെ പോവും, അതും ഡ്രൈവ് ചെയ്ത് പോകുള്ളൂ. ട്രെയിൻ എടുത്ത് പോകുന്ന, ഫ്ലൈറ്റ് എടുത്ത് പോകുന്നൊന്നും താല്പര്യമില്ല. ബൈ കാർ അത് പോവുക എന്നുള്ളതാണ്. ഇതൊക്കെ ആയിരിക്കും എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ. അതൊരു അങ്ങനെ ഒരു ചിട്ടയായിട്ട് ഇങ്ങനെ ഓർഗനൈസ്ഡ് അല്ല. വർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു മീറ്റിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് പോവാ. നമ്മൾ കാരണം ഒരു പരിപാടി ലേറ്റ് ആകാൻ പാടില്ല. അത് എന്തും ആയിക്കോട്ടെ, ഒരു ഉദ്ഘാടനം ആയിക്കോട്ടെ, ഒരു മീറ്റിംഗ് ആയിക്കോട്ടെ, വളരെ ചെറിയൊരു നമ്മുടെ ഒരു പ്രസൻസ് വേണ്ട ഇതായിക്കോട്ടെ, ഒരു ടൈം പറഞ്ഞ ടൈമിൽ ചെല്ലുക. അതിന് നമ്മുടെ ഉറക്കമോ ക്ഷീണമോ തലേന്നത്തെ ടെൻഷനോ ഒന്നും ബാധിക്കാൻ പാടില്ല. അത് ചെല്ലുക. അല്ലാത്ത സമയത്ത് നമ്മൾ ഹാപ്പി ആകാൻ, റിലാക്സ് ആകാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഹെൽത്ത് നോക്കിക്കൊണ്ട് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ സന്തോഷത്തിന് വേണ്ടി ഹെൽത്ത് കളഞ്ഞിട്ട് ഒരു പരിപാടിക്ക് നിൽക്കരുത്. അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് അങ്ങനെ ഒരു എന്നാ പറയുന്നത്, എഴുതി വെച്ച് ടൈം ടേബിളൊന്നും വെച്ചിട്ടുള്ള ഒരു പരിപാടി നമുക്ക് പറ്റത്തില്ല. പറ്റിയല്ല. ജിബിൽ ചേട്ടാ, ഞങ്ങളിന്ന് ആക്ച്വലി ഒരു ഹോം ടൂർ പ്ലാൻ ചെയ്തിട്ടായിരുന്നു കേട്ടോ വന്നത്. അതെ അതെ, പറഞ്ഞായിരുന്നു എന്നോട്. ഒരു ജോബ് ടൂർ ആയി പോയി. പക്ഷേ ഹോം ടൂറിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾ കുറച്ചുകൂടി ഇന്ററാക്ട് ചെയ്ത് ചിലപ്പോൾ ഒരുപക്ഷെ ഇതിലായിരിക്കാം. പിന്നെ നല്ല നല്ല വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതൊക്കെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് നമുക്കൊന്ന് പോയേക്കാം എന്ന് എഴുതിക്കൊണ്ട്. അങ്ങനെ എന്റെ പാർട്ട്നേഴ്സ് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പൊ അതിൽ കാന്തൻ ജൂഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. അവരാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി എടുത്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തത്. അത് അവരുടെ ഒരു ക്രിയേറ്റീവ് ഐഡിയ ആണ് ഈ കാണുന്നത്. ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വന്നിരുന്ന് എല്ലാ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും കൂടെ ആണ് ഇത്. അതെ 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 അതെ. അവരൊക്കെ പക്ക ബിസിനസ്സുകാരാണ്. പക്ഷെ എന്നാലും അവരുടെ ഉള്ളിൽ ഒരു കലാകാരന്മാരുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്ന ഈ പ്രോപ്പർട്ടി ഒക്കെ. ഓക്കെ, അപ്പൊ ഇനി എന്തായാലും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം, ഇത്ര സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഹാപ്പി. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി, താങ്ക് യു, ബൈ.